സമസ്തയെ വിഴുങ്ങാൻ ലീഗിന്റെ രാഷ്ട്രീയ കളി. ചട്ടുകമായി തങ്ങളും പൂക്കോട്ടൂരും. നൂറ്റാണ്ടുകളായി കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ നട്ടെല്ലായി നിൽക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി തകർക്കാൻ മുസ്ലിം ലീഗ് നടത്തുന്ന നീചമായ നീക്കങ്ങൾ പുറത്തുവരുന്നു. മതസംഘടനയെ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴ്ഘടകമാക്കാനുള്ള ലീഗിന്റെ ദുഷ്ടലാക്കിന് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും അബ്ദുസമദ് പൂക്കോട്ടൂരും കൂട്ടുനിൽക്കുന്നത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പാരമ്പര്യത്തിന് നേരെയുള്ള ഏറ്റവും വലിയ കൊടുംചതിയായി വിലയിരുത്തപ്പെടുന്നു. ലീഗിന്റെ രാഷ്ട്രീയ അധിനിവേശം സമസ്തയുടെ ആന്തരിക കാര്യങ്ങളിൽ കൈകടത്തി പണ്ഡിതസഭയുടെ അധികാരം ഇല്ലാതാക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത്. പണ്ഡിതന്മാരുടെ തീരുമാനങ്ങൾക്ക് മുകളിൽ രാഷ്ട്രീയ തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ലീഗ് നടത്തുന്ന നീക്കങ്ങൾ സംഘടനയെ പിളർത്താനേ ഉപകരിക്കൂ. സമസ്തയെ ഒരു സ്വതന്ത്ര മതസംഘടന എന്ന നിലയിൽ നിന്ന് മാറ്റി ലീഗിന്റെ ബി ടീമാക്കി മാറ്റാനുള്ള ഈ കളി സുന്നി പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയാണ്. സാദിഖലി തങ്ങളുടെ ഇരട്ടത്താപ്പ്, പാണക്കാട് തങ്ങളുടെ പദവി ഉപയോഗിച്ച് CICയെയും വാഫി സിലബസിനെയും സംരക്ഷിക്കുന്നത് സമസ്തയുടെ അസ്തിത്വത്തിന് നേരെയുള്ള കോടാലിക്കൈയാണ്. സമസ്ത പുറത്താക്കിയ ഹക്കീം ഫൈസിയെ വെള്ളപൂശാനും വഹാബി ആശയങ്ങൾ കടന്നുകൂടിയ വിദ്യാഭ്യാസ പദ്ധതിയെ സുന്നി മഹല്ലുകളിൽ അടിച്ചേൽപ്പിക്കാനും സാദിഖലി തങ്ങൾ മുൻകൈയെടുക്കുന്നത് രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യം വെച്ചാണ്. പണ്ഡിതന്മാരെക്കാൾ വലുത് രാഷ്ട്രീയ നേതാവാണെന്ന ധിക്കാരപരമായ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. പൂക്കോട്ടൂരിന്റെ ചാണക്യതന്ത്രങ്ങൾ. സമസ്തയുടെ തണലിൽ വളർന്ന് സമസ്തയെ തന്നെ തകർക്കാൻ അച്ചാരം വാങ്ങിയ വ്യക്തിയെപ്പോലെയാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ പെരുമാറുന്നതെന്നാണ് പ്രധാന വിമർശനം. ലീഗിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് മതപരമായ മുഖം നൽകാൻ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങൾ വെറും ആശയവഞ്ചനയാണ്. ഹക്കീം ഫൈസിയുടെ വഴിവിട്ട രീതികളെയും CICയുടെ വ്യതിചലനങ്ങളെയും ന്യായീകരിക്കാൻ പൂക്കോട്ടൂർ നടത്തുന്ന ബൗദ്ധിക കസർത്തുകൾ സുന്നി ഐക്യത്തെ തകർക്കാനേ സഹായിക്കൂ. മഹല്ലുകളിലെ ഭിന്നിപ്പ്. CIC എന്ന പേരിൽ ലീഗ് വളർത്തുന്ന ഈ സംവിധാനം മഹല്ലുകളെ ആശയപരമായി ഭിന്നിപ്പിക്കുകയാണ്. വഹാബി മൗദൂദി ചിന്തകൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കാൻ വാഫി സിലബസിനെ ഉപയോഗിക്കുമ്പോൾ അതിന് രാഷ്ട്രീയ കാവലൊരുക്കുന്നത് ലീഗ് നേതൃത്വമാണ്. സമസ്തയുടെ പണ്ഡിതന്മാർക്കെതിരെ അണികളെ തിരിച്ചുവിടുന്ന ലീഗിന്റെ ഈ നിഴൽ യുദ്ധം വരും ദിവസങ്ങളിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സമസ്തയുടെ ആശയശുദ്ധി സംരക്ഷിക്കാൻ ഈ രാഷ്ട്രീയ അധിനിവേശത്തെയും അതിന് കുടപിടിക്കുന്ന നേതാക്കളെയും തുറന്നു കാണിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.